Hi, hello. My name is Dr. Adya Keshav and welcome back to yet another beautiful concept of psychology. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ADHD പറ്റിയാണ്. 5-10% ഓഫ് കുട്ടികൾക്കും ഇപ്പോൾ ADHD ഉണ്ട്. നിസ്സാരമായിട്ടുള്ള കുരുത്തക്കേടോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസോ ഇതൊന്നും നമ്മൾ അത്ര കാര്യമാക്കേണ്ടില്ല. കുട്ടികളല്ലേ, ഇതൊക്കെ സ്വാഭാവികം. നമുക്ക് പോലും ഇത് പറ്റാറുണ്ട്. എന്തും ഒരു ഡിസോർഡർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ നോർമൽ റുട്ടീനെ അഫക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രസിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതൊരു പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പൊ എന്താണ് ADHD? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണ്. ആൻഡ് ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ അറ്റൻഷൻ കിട്ടാതെ വരുമ്പോൾ, അവർക്ക് ഒരു 5 മിനിറ്റ് പോലും ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു കാര്യം പറഞ്ഞു ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞില്ല, അതിനു മുമ്പ് വീണ്ടും ചെയ്യുന്നു എന്നൊക്കെ വരുമ്പോൾ അതൊരു കുറച്ച് കൺസേണിങ് ആണ് അല്ലേ. അവരുടെ നോർമൽ റുട്ടീനെ എഫക്ട് ചെയ്യുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ അതൊരു പക്ഷേ ADHD ആയേക്കാം. ഇനി ADHD എന്ന് പറയുമ്പോൾ അത് 3 തരത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇൻഅറ്റൻഷൻ ആയിട്ടുള്ളത്, ഒട്ടും തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നോർമൽ ആണ്, എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിർത്തി എന്താണതെന്ന് അറിയാനുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ നോക്കുന്നത്. പക്ഷെ തിരിച്ച് പിന്നെ ഈ കാര്യത്തിലേക്ക് വരുന്നില്ല. ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, എന്തോ ഒരു സൗണ്ട് കേട്ടു, പിന്നെ ആ വഴി അങ്ങ് പോയി, തിരിച്ച് ഹോംവർക്ക് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹൈ കേസ് ഓഫ് ഇൻഅറ്റൻഷൻ, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ യാതൊരു തരത്തിലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള, ദേഷ്യം പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുന്നു, ഡിസ്ട്രാക്റ്റഡ് ആകുന്നതിനോടൊപ്പം തന്നെ അവര് രണ്ടാമത് വീണ്ടും നമ്മളെ എടുത്തു ചാടി വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യുകയാണ്. സ്വന്തം ദേഹം നോക്കുന്നില്ല, അല്ല ചുറ്റുപാടുമുള്ളവരെ കൺസിഡർ ചെയ്യുന്നില്ല, വളരെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസിവിറ്റി ആണ്. മൂന്നാമത്തത് ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നത്, അതായത് ഇൻഅറ്റൻഷനും അതിനോടൊപ്പം തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയും വരുന്നതിനെയാണ് മൂന്നാമത്തെ ഒരു കോമ്പിനേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മേജർ സൈൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇൻഅറ്റൻഷന്റെ എന്തൊക്കെയാണ് സിംറ്റംസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. വല്ലപ്പോഴും ഒക്കെ നമ്മളാണെങ്കിലും കാര്യങ്ങളൊക്കെ മറന്നു വെക്കാം അല്ലെ. എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുപോയി, ഫ്രണ്ട്സിനെ കാണിക്കാനൊക്കെ കൊണ്ടുപോയി, അത് അവസാനം കാണിച്ചു, സൈഡിൽ വെച്ച് തിരിച്ചു വന്നു. പക്ഷെ ഇത് സ്ഥിരമായാലോ അതൊരു പ്രശ്നമാണ്. എന്നും പുതിയ പെൻസിൽ വേണം, സ്കെയിൽ വേണം, കട്ടർ വേണം, എല്ലാം വേണം. കാര്യം എന്താണ്? ഹെവി ഫോർഗെറ്റ്ഫുൾനെസ്. ഇത് പലപ്പോഴും അറ്റൻഷൻ ലാക്ക് കാരണമാണ് ഈ ഹൈ ഫോർഗെറ്റ്ഫുൾനെസ് കുഞ്ഞുങ്ങൾക്ക് വരാറുള്ളത്. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. നോർമൽ ആണ്, വലിയൊരു ഒച്ച കേൾക്കുന്നു, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുന്നു, നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാം. പക്ഷേ തിരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നില്ല. ശബ്ദം കേട്ടു, ആ വഴി പോയി, ഹോംവർക്ക് പിന്നെ മറന്നേ പോയി എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതൊരു ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഡിസ്ഓർഗനൈസേഷൻ, കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി നോക്കുന്നില്ല എന്നുള്ളത്. അത് സ്വാഭാവികമാണ്, ചില സമയങ്ങളിൽ നമ്മൾ അത്രയും ഓർഗനൈസ്ഡ് ആവില്ല എന്നുള്ളത്. പക്ഷേ ഹൈലി ഡിസ്ഓർഗനൈസ്ഡ് ആണ്, സാധനം വെച്ചത് എവിടെയാണെന്ന് അറിയില്ല, തിരിച്ചടുത്ത ദിവസം സ്കൂളിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബാഗും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചെടുക്കാനായിട്ടുള്ളത് ബുദ്ധിമുട്ടായിട്ട് വരുന്നതെങ്കിൽ അത് ഒരു ഇൻഅറ്റൻഷന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ആണോ കൂടുതലെന്ന് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കുന്നില്ല, ചാടുന്നു, തുള്ളുന്നു, ഒന്നും പറയണ്ട, ഒരു നേരം ഈ കുഞ്ഞ് അടങ്ങിയിരിക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു അടങ്ങിയിരിക്കായ്മ ക്ലാസ്സിലെ ടീച്ചർ ഇൻസ്ട്രക്ഷൻ നൽകുമ്പോഴും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണമാണ്. ക്ലാസ്സിൽ ഓടി നടക്കുന്നു, ടാസ്ക് ചെയ്യുന്നതിനിടയ്ക്ക് മറ്റേയാളെ പിടിച്ച് വലിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണമാണ്. ഇതിനോടൊപ്പം തന്നെ എക്സസീവ് ടോക്കിങ്ങും ഉണ്ട്. നിർത്താതെ, സാഹചര്യം മനസ്സിലാക്കാതെ നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ലക്ഷണമാണ്. സോ എക്സസീവ് ടോക്കിംഗ്, ഇസ് നോട്ട് ഏബിൾ ടു സ്റ്റേ സ്റ്റിൽ ആൻഡ് ഓൾസോ കോൺസ്റ്റന്റ് മൂവിങ്, ഇത് മൂന്നും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ഇനി ഇമ്പൾസിവിറ്റിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പറയുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ഓരോന്നും എടുത്തു ചാടി ചെയ്യുക, മറ്റുള്ളവരെ വളരെയധികം അനോയ് ചെയ്യുക, അതേപോലെ തന്നെ ഒട്ടും റിസ്ക് എന്താണ് എന്ന് അനലൈസ് ചെയ്യാതെ ബിഹേവിയേഴ്സിലേക്ക് എടുത്തു ചാടുക. അതായത് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു,
കൈ വിട്ടിട്ട് മറ്റേ വണ്ടി വരുന്നതൊന്നും നോക്കാതെ തന്നെ എടുത്ത് ചാടുക. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റുട്ടീൻസ് അല്ലെങ്കിൽ ടേൺ ടേക്കിങ്സിന് ഒട്ടും സമാധാനമില്ല. ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ടേൺ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, അടുത്ത ആൾ കളിച്ച് കഴിയുമ്പോൾ വീണ്ടും അതിനെ പെട്ടെന്ന് ചാടിയെടുക്കുന്നു. അത്തരത്തിൽ നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഇത്തരത്തിൽ ഇമ്പൾസിവിറ്റിയുടെ ഒരു ലക്ഷണമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇമ്പൾസിവിറ്റിയുടെ ലക്ഷണങ്ങൾ? 1, റിസ്ക് ബിഹേവിയേഴ്സ് കൂടുതലായിട്ട് ചെയ്യുന്നു. 2, ടേൺ ടേക്കിംഗ് ഒട്ടും തന്നെ പോസിബിൾ ആകുന്നില്ല. അതേപോലെ തന്നെ 3, വളരെ അധികം ക്വിക്കായിട്ട് ചിന്തിക്കാതെ ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളത്. ഇനി ഇവയെല്ലാം എല്ലാവരിലും ഒരുപോലെ ആയിരിക്കുമോ? നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ വേരി. ഇതിന്റെ ഓരോന്നിന്റെയും ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, അതുപോലെ ഇൻഅറ്റൻഷൻ, ഇതിന്റെ 3ന്റെയും കോമ്പിനേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും പല പല കുട്ടികൾക്ക്. ഏജ് മാറും തോറും തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വ്യത്യാസം വരാം. ജെൻഡർ ഡിഫറൻസസിലുണ്ടാകും. ഫോർ എക്സാമ്പിൾ 12 വയസ്സിന് മുമ്പാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടുതലും ഫിസിക്കൽ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് എബൌട്ട് 12 ആയിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ ഡേ ഡ്രീമിംഗ് ഇത്തരത്തിൽ ഒരു വലിയൊരു ലക്ഷണം തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഹൈ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡേ ഡ്രീമിംഗ് ആയിരിക്കും പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ലക്ഷണമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ADHD ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഒരു പാനിക് സിറ്റുവേഷൻ വരുത്താൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ആ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാനാണ്. കാരണം ഇൻഅറ്റൻഷൻ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഫക്റ്റഡ് ആകും. അല്ല, ഇമ്പൾസിവിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും ഒക്കെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഡയഗ്നോസ് ചെയ്ത് കുഞ്ഞിനെ കൂടുതൽ ലേസിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊരു ലേബൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക, ഡയഗ്നോസിസ് ചെയ്യുക. ഇത് എല്ലാവർക്കും മെഡിക്കേഷൻ്റെ ആവശ്യം ഒന്നും കാണില്ല. ചിലർക്ക് നോർമൽ ആയിട്ട് ഓർഗനൈസേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ റുട്ടീനിൽ സർട്ടൺ ആയിട്ടുള്ള ഡിഫറൻസസ് വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അക്കാഡമിക്കലിയും അതേപോലെ പിയർ റിലേഷൻഷിപ്പിലും ഒക്കെ എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് ADHD ഉള്ള കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.